ദൈവം നമുക്ക് നൽകിയ വരദാനമാണ് ജീവിതം. ചിരിച്ചും കരഞ്ഞും കൊണ്ടും കൊടുത്തും കളിതമാശകൾ പറഞ്ഞും പരസ്പരം സഹായിച്ചും നാം നടന്നു തീർക്കേണ്ട വഴികളാണ് മുന്നിൽ. പക്ഷേ ഈ വഴികളിൽ കെട്ടിയിടപ്പെട്ട ഒറ്റപ്പെട്ടുപോയ ചിലരുണ്ട്. മാരക രോഗങ്ങൾ മൂലം നിസ്സഹായരായ ആളുകൾ. അത്തരക്കാർ ഇതാ ഈ ഗ്രാമങ്ങളിലുമുണ്ട്. കോഴിക്കോട് ജില്ലയുടെ വടക്കുകിഴക്കൻ മേഖലയായ നരിക്കുനിയിലും സമീപ ഗ്രാമങ്ങളിലും അവരുടെ കണ്ണീരൊപ്പാനും അവർക്ക് ആശ്വാസം പകരാനും വേണ്ടി പ്രവർത്തിക്കുന്ന ആതുര സേവാ പ്രസ്ഥാനമാണ് നരിക്കുനി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്റർ. ഈ കേന്ദ്രത്തിൽ എല്ലാ തിങ്കളാഴ്ചകളിലും രോഗികളെ പരിശോധിക്കുകയും അവരുടെ വേദനയ്ക്ക് ആശ്വാസം പകരുന്നതിനു വേണ്ടിയുള്ള മരുന്നുകൾ നൽകുകയും ചെയ്യുന്നു. ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ബാധിച്ചവർക്ക് ഈ കേന്ദ്രം പരിചരണവും സാന്ത്വനവും നൽകുന്നു. കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഈ കേന്ദ്രത്തിന്റെ പ്രവർത്തനം. നരിക്കുനിക്കു പുറമെ ചേളന്നൂർ, നന്മണ്ട, മടവൂർ, കിഴക്കൂത്ത്, കാക്കൂർ എന്നീ പഞ്ചായത്തുകളാണ് സെന്ററിന്റെ പ്രവർത്തന പരിധി. ഈ പഞ്ചായത്തുകളുടെ ഉൾപ്രദേശങ്ങളിലുള്ള രോഗികളെ അവരുടെ വീടുകളിൽ ചെന്ന് പരിചരിക്കുന്നതിന് ഒരു ഹോം കെയർ യൂണിറ്റ് പ്രവർത്തിക്കുന്നു. ഈ ഹോം കെയർ യൂണിറ്റിനു കീഴിൽ ഡോക്ടറും നഴ്സും വളണ്ടിയർമാരും രോഗികളുടെ വീടുകളിലെത്തിയാണ് പരിചരണം നൽകുന്നത്. ക്യാൻസർ മാത്രമല്ല, നിരന്തരമായ പരിചരണം ആവശ്യപ്പെടുന്ന രോഗം. ബുദ്ധിമാന്ദ്യം സംഭവിച്ച ഷൈനി, സബീന, ഷാജി എന്നീ കുട്ടികളെ പരിചരിക്കാനും അവർക്ക് സാന്ത്വനമേകാനും നിസ്സഹായയായ ഈ അമ്മയ്ക്ക് സാധിക്കുന്നില്ല. അവർക്ക് പാലിയേറ്റീവ് കെയർ വളണ്ടിയർമാർ ആശ്വാസമായി തീരും. പിന്നെ സ്കൂളിലാക്കി ഒരു മാസമൊക്കെ ആയി. പിന്നെ പോയിന്റ് ചെയ്ത് അങ്ങോട്ട് ഏതെങ്കിലുമൊക്കെ ഓരോ പരിയിലൊക്കെ പോകും. പറഞ്ഞേ കേൾക്കൂല. പിന്നെ ഒരു പറഞ്ഞങ്ങൾ കഴിഞ്ഞിട്ട് നന്നായി പറഞ്ഞേക്കാം. പിന്നെ കൂടെ 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 ഇങ്ങനെ മരുന്നും ഗുളികയൊക്കെ കിട്ടിയാലൊക്കെ നല്ലതായിരുന്നു. വിലക്ക് കൊടുത്താലോ അങ്ങനെ പൈസ ഒക്കെ എത്രയോ പൈസ കൊടുത്ത് ഇങ്ങനെ വാങ്ങാൻ ആയിട്ടാണ്. മരത്തിൽ നിന്ന് വീണ് നട്ടെല്ല് തകർന്ന അഷ്റഫ് പക്ഷേ ആത്മവിശ്വാസം കൈവിടഞ്ഞിട്ടില്ല. ഇപ്പോഴും അയാൾ കുടയുണ്ടാക്കി വിൽക്കുന്നു, കൈത്തൊഴിലുകളിൽ ഏർപ്പെടുന്നു.
തന്നോട് പുഞ്ചിരിക്കാത്ത ജീവിതത്തിന് നേരെ തിരിഞ്ഞു നിന്ന് അഷ്റഫ് പുഞ്ചിരിക്കുന്നു. ഞാൻ ഒന്ന് പഠിച്ചത് ഞാനിത് പറ്റി ഞാൻ 1.5 മാസം കഴിയാൻ പഠിച്ചിട്ടുണ്ട്. അത് ഞാൻ പഠിച്ച് എർത്തിലെ സ്ക്രീൻ പ്രിന്റിന്റെ പരിപാടി ഒന്ന് പഠിച്ചിരുന്നു. വേറെ ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ സാഗരനെ അത് പഠിപ്പിച്ചിരുന്നു. പക്ഷെ അത് ഞാൻ ചെയ്യാതെ ഒന്ന് വിട്ടതാണ് ഇതുവരെ. മടവൂർ പഞ്ചായത്ത് ആഫീസിനു മുമ്പിൽ ഒരു സന്നദ്ധ സംഘടന നൽകിയ പെട്ടിക്കടയിട്ട് ജീവിതത്തിന് വഴിയുണ്ടാക്കുകയാണ് അഷ്റഫ്. അഷ്റഫിൻ്റെ പോരാട്ടത്തിൽ അയാൾക്ക് തുണ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. എന്നാൽ എല്ലാവരും അഷ്റഫിനെ പോലെയല്ല. പലർക്കും നൈരാശ്യം ബാധിച്ചു കഴിഞ്ഞു. അവരുടെ ജീവിതത്തിൽ ഇരുട്ട് പടർന്നു കഴിഞ്ഞു. വേണ്ടാന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു. ഈ മതി ജീവിച്ചോളാം. നമുക്ക് ഒരു ആത്മവിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരിക്കലും പറയരുത്. മനസ്സുകൊണ്ട് ഒന്നുമില്ല, പക്ഷെ അസുഖം ചികിത്സ കൊണ്ടൊക്കെ പരാജയപ്പെടാം. പിന്നെ നമുക്ക് ആവൂലെന്നെ കണ്ടത് മനോധൈര്യം എനിക്കാണ്. അപ്പൊ അതിന് ഒരുത്തനം അങ്ങനെ ബുദ്ധിമുട്ടില്ല. മൂപ്പര് കണ്ടറിഞ്ഞ് തരണ്ടാണ്. അങ്ങനെ കണ്ടറിഞ്ഞാണ്ട് ചെയ്തത് ഞാൻ മൂപ്പരായിട്ട് വിട്ടുവിട്ടാണ്. അതുകൊള്ളു ഇനി ഒരു പ്രതീക്ഷ. അപ്പൊ പോയിട്ട് ഇപ്പൊ മൂപ്പരെന്താ പറയുന്നത്, അപ്പൊ പോണല്ലോ നന്മട്ടുള്ള ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇതൊന്നും പറയണ്ട, ഇഷ്ടമുള്ളതും വരട്ടാന്ന്. സ്വന്തം വേദനകൾക്ക് പാട്ടിലൂടെ ആശ്വാസം കണ്ടെത്തുകയാണ് ഈ വൃദ്ധൻ. പാലിയേറ്റീവ് കെയറിലെ വളണ്ടിയർമാർ അയാൾക്ക് തുണയായിത്തീരുന്നു. ഈ ഐവർനാടൻ പുസ്തകത്തിലെ കഥയും പാട്ടും കൂടുതൽ 4 തന്നെങ്കിലും അറിയുന്നവനിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഈ വെൺമതിക്കടിയൻ എന്തോൻ വേദങ്ങൾ വേർതിരിച്ചോൻ കിടഞ്ഞ പാൽവശം കുടിച്ചോൻ കാളിയെപ്പെട്ട നാഥൻ അമ്മിഹയ്ക്കച്ഛനായോൻ അറിഞ്ഞു നാമം പൂണ്ടോൻ ഭൂമതിൻ കിണവനായോൻ പരിതാമടിയൻ എന്തോൻ പാർവതി കിണവനായോൻ പരാത്മാവായോൻ അറിവുള്ളോർ പിഴകൾ കണ്ടാൽ ഉണ്ട് വെച്ചു ദുഃഖിക്ക കാരണത്താൽ അഴുകി കിടപ്പതെന്നു ആളില്ല മുറച്ചു രാമൻ ഹനുമാനെ വിളിച്ചുകൊണ്ടു അടയാളം കൊടുക്കുകയും ചോറ് മോര് വാങ്ങിനെ മോരായിട്ട് ചോറ് തിന്നില്ല കുറേ ദിവസമായി. മോര് കിട്ടിയാൽ എനിക്ക് ദിവസം കൂട്ടാൻ വിചാരിച്ചു. മോര് നല്ലോണം അവിടെ കൂട്ടി കൊടുത്തതിനാ. അപ്പോൾ ഇതായിട്ട് കഴിഞ്ഞതിന് ശേഷം രാത്രി
അതൊക്കെ ആയിക്കോട്ടെ, എന്നാലും ആ ഇഷ്ടമുള്ള കാര്യം ചെയ്തത്. ഒരു പോക്കാട്ട് പോയി. അപ്പോ ഞാൻ പറഞ്ഞു പിന്നെ ഇനി നമ്മൾ ഇതേതായാലും എടുത്തിടുക. മരുന്ന് കുടിക്കാനെന്നതിന് പകരം ഇനി മോര് വാങ്ങിയാൽ പോരെ. അതാണ്